വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഇന്ന് ഒരു കോൾ വന്നപ്പോൾ കേൾക്കാനിടയായത്. ഒരു പാരൻ്റ് ഏകദേശം ഒരു 65 ലക്ഷം രൂപയുള്ള ഒരു മകന് വേണ്ടിയിട്ട് ബാച്ചിലർ ഡിഗ്രി പഠിക്കാൻ ഓസ്ട്രേലിയയിൽ കണ്ടെത്തി വെച്ചിട്ടുള്ളായിരുന്നു. ഒരു കൺസൾട്ടൻസിയെ അപ്രോച്ച് ചെയ്ത നേരത്ത് അവരുടെ അടുത്ത് പറഞ്ഞൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കണമെന്നും വിസ ഫണ്ട്സിൻ്റെ ഇനത്തിൽ നമ്മൾ ആദ്യത്തെ വർഷത്തെ ട്യൂഷൻ ഫീ അടയ്ക്കാനായിട്ട് എത്രയാണോ പൈസ ഒരു 15-20 ലക്ഷം രൂപ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം അടച്ചാൽ മതി, മറ്റൊരു പൈസയും നമ്മൾ ഇവിടുന്ന് കാണേണ്ടതില്ല എന്നതായിരുന്നു പറഞ്ഞ ഒരു ഇൻഫർമേഷൻ. ഈ തെറ്റായ ഇൻഫർമേഷൻ്റെ പേരിൽ വിസ ലോഡ്ജ് ചെയ്തതിനപ്പുറം അവർക്ക് വിസ റിജക്ഷനാണ് സംഭവിച്ചത്. 1.5 വർഷത്തേക്ക് ഇനി അവർക്ക് റീഅപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു സോഷ്യൽ വർക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുറത്തേക്ക് മകനെ അയക്കാനായിട്ട് വിചാരിച്ചിരുന്ന പാരൻറ്റിൻ്റെ ഒരു സ്വപ്നമാണ് ഇല്ലാതായത് ഒരു തെറ്റായ അഡ്വൈസിൻ്റെ പുറത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് സ്റ്റഡി അബ്രോഡ്. എംബസിയുടെ വിസ റെഗുലേഷൻസ്, വിസയുടെ കണ്ടീഷൻസ് എല്ലാം എല്ലാ വർഷങ്ങളിലും ഒരുപക്ഷെ മാസങ്ങളിൽ പോലും പല മാറ്റങ്ങളും നമുക്ക് കേൾക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി വ്യക്തമായൊരു അറിവുണ്ടാവണമെങ്കിൽ ഇതിൽ വിദേശത്തായാലും നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള വ്യക്തികളും അല്ലെങ്കിൽ ഇതിന് ഉന്നത തലങ്ങളിലുള്ള വ്യക്തികളുമായിട്ടുള്ള നല്ല ഒരു ഇൻട്രാക്ഷൻ സംഭവിക്കുകയും ഇതിൻ്റെ പല അപ്ഡേറ്റഡ് ആയിട്ട് പേജസിൽ വരുന്ന അപ്ഡേഷൻസിനെ പറ്റി നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കണം ഒരു കൺസൾട്ടൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതില്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള വിസ റിജക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ ഒക്കെ തന്നെ സ്വപ്നമാണ് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പറക്കുന്നതിന് മുന്നേ തന്നെ അവിടത്തേക്ക് വിസ കണ്ടീഷൻസിനെ പറ്റി വ്യക്തമായി അറിയുന്ന ഒരു കൺസൾട്ടൻറ്റിനെ മാത്രം അപ്രോച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ, ഒരുപാട് കോളുകൾ എനിക്ക് കേൾക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ളതാണ് പല കാര്യങ്ങളും. സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് 1.5 വർഷത്തേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാനെന്നല്ല ഏതൊരു കൺസൾട്ടൻ്റാണെങ്കിലും ശരി ഇത്തരത്തിലുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഇമ്പോസിബിളാണ്.